കോഴിക്കോട് ഏലത്തൂരിൽ ട്രെയിൻ തട്ടി അമ്മയും 3 പെൺകുട്ടികളും മരിച്ചു. പുതിയങ്ങാടി കോയ റോഡിന് സമീപമാണ് സംഭവം. മരിച്ചവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മേഘ മാധവൻ ചേരുകയാണ് വിവരങ്ങളുമായി. മേഘ, എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. ഗിരീഷ്മ, രാവിലെ 6 മണിയോടെയാണ് അമ്മയുടെയും 3 കുട്ടികളുടെയും മൃതദേഹം കോഴിക്കോട് പുതിയങ്ങാടി പള്ളിക്കണ്ടി സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ കണ്ടത്. 12ഉം 8ഉം 10ഉം വയസ്സിൽ പ്രായമുള്ള 3 പെൺകുട്ടികളാണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത് എന്നാണ് കരുതുന്നത്. ഇതുവരെയും ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് മൃതദേഹം ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 6 മണിയോടെയാണ് മൃതദേഹം കണ്ടത്. ഇപ്പോൾ അടുത്ത പ്രദേശങ്ങളിലെയും ഒപ്പം തന്നെ തൊട്ടടുത്ത കോളനികളിലെയും ഒക്കെയും ആളുകൾ മൃതദേഹം തങ്ങൾക്ക് അറിയുന്ന ആളാണോ എന്നറിയാൻ വേണ്ടി പരിശോധന കൂടി നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ പരിധിയിലുള്ള ആളല്ല എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗിരീഷ്മ, കോഴിക്കോട് ഏലത്തൂരിൽ ട്രെയിൻ തട്ടി അമ്മയും 3 പെൺകുട്ടികളും മരിച്ചു. പുതിയങ്ങാടി കോയ റോഡിന് സമീപമാണ് സംഭവം. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. പിണറായി വിജയൻ ഇന്ന് ദില്ലിയിൽ നീതി ആയോഗിന്റെ ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി അധ്യക്ഷനാകുന്ന യോഗം രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് നടക്കുക. അടുത്ത 15 വർഷത്തെ വികസന പരിപാടികളുടെ രൂപരേഖയായ വിഷൻ 2030 അന്തിമരൂപം നൽകും. 2012-2017 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളുടെ കാലാവധി പൂർത്തിയാവുകയാണ്. പുതിയ പഞ്ചവത്സര പദ്ധതികൾ വേണ്ടെന്ന് നേരത്തെ തന്നെ NDA സർക്കാർ തീരുമാനിച്ചിരുന്നു. പകരം നീതി ആയോഗിന്റെ മേൽനോട്ടത്തിൽ വിഷൻ 2030 എന്ന പേരിൽ 15 വർഷത്തെ പദ്ധതികൾ തയ്യാറാക്കും. ഇതുകൂടാതെ ത്രിവത്സര വികസന പദ്ധതികളും നീതി ആയോഗ് മുന്നോട്ട് വയ്ക്കുന്നു. ഇതിന് അന്തിമരൂപം നൽകാനാണ് നീതി ആയോഗിന്റെ ഗവേണിംഗ് കൌൺസിൽ യോഗം ഇന്ന് ദില്ലിയിൽ ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ രാജ്യത്തിന്റെ മുഴുവൻ മുഖ്യമന്ത്രിമാരും യോഗത്തിൽ സംബന്ധിക്കും. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തി. ഒരു ദിവസം മുഴുവൻ നീളുന്ന യോഗത്തിന് രാഷ്ട്രപതി ഭവൻ ആതിഥ്യമരുളും. രാജ്യം സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇതുവരെ 12 പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായി. 2012 ആരംഭിച്ച 12ാമത്തെ പഞ്ചവത്സര പദ്ധതി അടുത്ത മാസം മാർച്ച് 31 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിലെ തർക്കം രൂക്ഷമായതിനെ തുടർന്ന് കേരള നേതാക്കളുടെ അടിയന്തര യോഗം രാഹുൽ ഗാന്ധി വിളിച്ചു. 26-ാം തീയതി ദില്ലിയിൽ വെച്ച് യോഗം ചേരും. ജില്ലാ അധ്യക്ഷന്മാർ മുതൽ മുഴുവൻ നേതാക്കളെയും ദില്ലിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട ശേഷം സംസ്ഥാനത്ത് രൂക്ഷമായ ഗ്രൂപ്പ് പോരിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അടിയന്തര യോഗം വിളിച്ചു ചേർക്കുന്നത്. താൽക്കാലിക അധ്യക്ഷനെ മാറ്റി സ്ഥിരം അധ്യക്ഷനെ നിയമിക്കണമെന്ന ആവശ്യമുണ്ടെങ്കിലും പകരമാരെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി നേതാക്കളും അധ്യക്ഷ സ്ഥാനം ലക്ഷ്യമിട്ട് രംഗത്തുണ്ട്. 26-ന് രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്തിരിക്കുന്ന യോഗത്തിൽ നിയമസഭാ കക്ഷി നേതാവ് രമേശ് ചെന്നിത്തല, ജില്ലാ പ്രസിഡന്റുമാർ, അധ്യക്ഷൻ MM ഹസൻ തുടങ്ങിയവർ പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, VM സുധീരൻ തുടങ്ങിയവരുമായി നേരത്തെ രാഹുൽ ചർച്ച നടത്തിയിരുന്നു. യോഗത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നികും പങ്കെടുക്കും. പുതിയ അധ്യക്ഷന് വേണമെന്ന കാര്യത്തിൽ AI ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞു നിൽക്കുന്നു. സമവായം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഹൈക്കമാൻഡ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. BJPയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മാറ്റുരയ്ക്കുന്ന ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ. M സന്തോഷ് ചേരുകയാണ് വിവരങ്ങളുമായി. ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ പുകഴ്ത്തി CPI നേതാവും മുൻ റവന്യൂ മന്ത്രിയുമായ KP രാജേന്ദ്രൻ. മിടുക്കരായ ഉദ്യോഗസ്ഥനായ ശ്രീറാം നിയമപരമായി ചെയ്യേണ്ട ഉത്തരവാദിത്തമേ ചെയ്തുള്ളൂ. അതിന് കാണിച്ച ആർജവത്തെ കേരളം മുഴുവൻ പിന്താങ്ങുകയാണ്. ജനങ്ങളുടെ പിന്തുണ സബ് കളക്ടർ എടുത്ത നടപടികൾക്കുണ്ട്. സർക്കാർ ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെക്കുകയല്ല ചെയ്യേണ്ടതെന്നും KP രാജേന്ദ്രൻ പറഞ്ഞു. ഈ വാട്സാപ്പിൽ വരുന്ന ആയിരക്കണക്കിന് ഫോട്ടോ ആരുടെ ആ സബ് കളക്ടറുടെ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെ ഈ രീതിയിൽ ഒരു കുട്ടികനായ ചെറുപ്പക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥന്റെ ധീരതയും നിയമപരമായി ചെയ്യേണ്ട ഉത്തരവാദിത്തം തന്നെ ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിന് കാണിച്ച ആർജവത്തെ കേരളം മുഴുവൻ പിന്താങ്ങില്ല. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് അതിൽ നിന്ന് നിർത്തിവെക്കലൊന്നുമല്ല വേണ്ടത്. കൂടുതൽ ഊർജ്ജസ്വലമായി ജനങ്ങളുടെ സപ്പോർട്ട് വേണം. ജനങ്ങളെന്ന് പറയുന്നത് ഈ സമൂഹമാണ്. ഈ പൊതുസമൂഹത്തിന്റെ സപ്പോർട്ട് ഇന്ന് കേരള ഗവൺമെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, അവിടുത്തെ സബ് കളക്ടർ എടുത്ത ഈ നടപടികൾക്ക് ഞാനതിൽ കൂടുതൽ കോൺട്രവേഴ്സികളിലേക്കൊന്നും പോകില്ല.
2007 അവിടെ ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയ കയ്യേറ്റൊഴിപ്പിക്കൽ തുടങ്ങിയ പ്രവൃത്തി ആ ചുമതല വഹിച്ച സന്ദർഭത്തിൽ 3.5 വർഷത്തോളം ഞങ്ങൾ ആ സമയം 3.5 വർഷത്തോളം അവിടെ. ദേവികുളം സബ് കളക്ടർക്കെതിരെ മന്ത്രി എം എം മണി. സബ് കളക്ടർ RSSന് വേണ്ടി കുഴലൂത്ത് നടത്തുന്നയാളാണെന്ന് എം എം മണി. പാപ്പാത്തിച്ചോലിയിൽ സബ് കളക്ടർ നടത്തിയത് ചാനലുകളെ കൂട്ടിയുള്ള വൺമാൻ ഷോയാണ്. കുരിശ് പൊളിച്ചത് അയോധ്യയിൽ പള്ളി പൊളിച്ചത് സമാനമാണെന്നും എം എം മണി പറഞ്ഞു. പൊളിച്ച നിലപാടുകളൊന്നും നമുക്ക് യോജിപ്പില്ല. ഇവിടെ കുരിശ്, പള്ളി, അമ്പലം, കുരിശ് പള്ളികള്, ശൂലം, ഇല്ലേ, മുസ്ലിം ദേവാലയം, ഇതൊക്കെ ഇരിക്കുന്നത് പട്ടയില്ലാത്ത ഭൂമിയിലാ പലയിടത്തും ഈ ജില്ലയിൽ. അതെല്ലാം പൊളിക്കാൻ ഒരു സബ് കളക്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൻ ഇറങ്ങി തിരിച്ചാൽ അവന് തലയ്ക്ക് സുഖമില്ല. ഊളംപാറയ്ക്ക് അയക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഊളംപാറയ്ക്ക്, മനസ്സിലായില്ലേ? അല്ലാതെ നേരെ ഇവന് പോവില്ല. അവനങ്ങ് ഇറങ്ങുകല്ലേ. എന്നാ ദൗത്യസേന. ചിട്ടിപ്പണം ചോദിച്ചെത്തിയ ദമ്പതികളെ ചിട്ടി നടത്തിപ്പുകാരൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ ദമ്പതികളിൽ ഒരാൾ മരിച്ചു. വേണു, അദ്ദേഹത്തിന്റെ ഭാര്യ സുമ എന്നിവരാണ് മരിച്ചത്. ഇവരെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച അമ്പലപ്പുഴ സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചിട്ടി ചേർന്ന പണം ചോദിക്കാനെത്തിയ ദമ്പതികളെയാണ് തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. അമ്പലപ്പുഴയിൽ സ്വകാര്യ ചിട്ടി കമ്പനി നടത്തി വന്നിരുന്ന അമ്പലപ്പുഴ കോമനവെളിയിൽ വീട്ടിൽ സുരേഷ് എന്ന ആളാണ് ഇടുക്കി രാജക്കാട് സ്വദേശികളായ വേണു, ഭാര്യ സുമ എന്നിവരെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. ഇരുവരും ഇക്കാര്യം പോലീസിന് മരണമൊഴിയായി നൽകുകയും ചെയ്തു. സുരേഷ് നടത്തിയിരുന്ന B&B ചിട്ടിയിൽ ഇവർ 3,60,000 രൂപ നിക്ഷേപിച്ചിരുന്നു. സഹോദരന്റെ മകളുടെ വിവാഹം അടുത്ത ദിവസം നടക്കാനിരിക്കെയാണ് വേണു സുരേഷിനോട് പണം ആവശ്യപ്പെട്ടത്. എന്നാൽ പണം നൽകാമെന്നേറ്റ ദിവസം ലഭിക്കാതെ വന്നതാണ് ദമ്പതികൾ പണം ചോദിക്കാൻ ചിട്ടിക്കമ്പനിയിലെത്താൻ കാരണമായത്. പണം ചോദിച്ച് ദമ്പതികൾ ഇന്നലെ രാവിലെ ചിട്ടി ഉടമയുടെ വീട്ടിലും എത്തിയിരുന്നു. ചിട്ടിയുടമ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇയാൾ നടത്തിയിരുന്ന ചിട്ടിക്കമ്പനി 2013 പൂട്ടിയിരുന്നു. ഇയാൾക്കെതിരെ 17 കേസുകളും കോടതിയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തിരികെ വാർത്തകളിലേക്ക്. RSS പ്രവർത്തകർ നടത്തുന്ന ബീഫ് ഭീകരതയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ഡിവൈഎഫ്ഐ. ആലുവയിൽ സംഘടിപ്പിച്ച ജനകീയ മുന്നേറ്റം എം സ്വരാജ് MLA ഉദ്ഘാടനം ചെയ്തു. എന്റെ അടുക്കളയിലെ ഭക്ഷണം ഞാൻ തീരുമാനിക്കും എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ബീഫിന്റെ പേരിൽ RSS പ്രവർത്തകർ നടത്തുന്ന ഭീകരതയ്ക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിന്റെ പേരിൽ RSS പ്രവർത്തകർ കേരളത്തിലെ ജനങ്ങളെ ആക്രമിക്കാൻ വന്നാൽ അതിശക്തമായി അതിനെ ചെറുക്കുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ് MLA പറഞ്ഞു. മതനിരപേക്ഷതയാണ് ഈ രാഷ്ട്രത്തിന്റെ നട്ടെല്ലും അടിത്തറയും. ജാതിയും മതവും നോക്കിയായിരുന്നില്ല രാഷ്ട്ര വ്യവഹാരങ്ങൾ നിർണയിക്കപ്പെട്ടിരുന്നത്. ഏതെങ്കിലും ഒരാൾ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതം സ്വീകരിച്ചാൽ ആകെ പ്രശ്നമായി. നമ്മളെ മതത്തിൽ നിന്ന് ഒരാൾ കുറഞ്ഞു, ഇതെന്തിനാ മതത്തിൽ ആളെ കൂട്ടുന്ന? മതത്തിന് തിരഞ്ഞെടുപ്പ്. ഈസ്റ്റർ തലേന്ന് ആലങ്ങാട് സ്വദേശിയായ കല്ലറക്കൽ ജോസും ബന്ധുക്കളും കന്നുകാലിയെ അറത്തപ്പോൾ സംഘം ചേർന്നെത്തിയ RSS പ്രവർത്തകർ ഇറച്ചിയിൽ മണ്ണുവാരിയിടുകയും ജോസിനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജനകീയ മുന്നേറ്റം സംഘടിപ്പിച്ചത്. പരിപാടിക്ക് AD സുജിൽ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, KV അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗോരക്ഷയുടെ പേരിൽ ജോസിനെയും ബന്ധുക്കളെയും ആക്രമിച്ച കേസിൽ 8 RSS പ്രവർത്തകരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഫ്രഞ്ച് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 5 പ്രമുഖ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 11 പേരാണ് മത്സരരംഗത്തുള്ളത്. നിലവിലെ പ്രസിഡന്റ് ഫ്രാൻസോ ഓളണ്ട് വീണ്ടും മത്സരിക്കുന്നില്ല എന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാനിടയില്ലെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ആദ്യ 2 സ്ഥാനക്കാർ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടും. മെയ് 7-നാണ് ഈ രണ്ടാം വട്ട വോട്ടെടുപ്പ്. ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരളം വൻ വ്യവസായ വികസന പാതയിലാണെന്ന് വ്യവസായ മന്ത്രി AC മൊയ്തീൻ. നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന 13 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കാൻ ഇതിനകം ഇടത് സർക്കാരിന് കഴിഞ്ഞതായും മന്ത്രി കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനായി ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുമെന്നും വ്യവസായ മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വ്യവസായ മേഖല വികസന പാതയിലാണെന്ന് കണക്കുകൾ ഉദ്ധരിച്ച് വ്യവസായ മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് തിരിച്ചെത്തിയതാണ് പ്രധാന നേട്ടം. 2015-16 വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം 131 കോടിയായിരുന്നെങ്കിൽ 2016-17 71 കോടിയായി കുറഞ്ഞു. നഷ്ടത്തിലായിരുന്ന 13 വ്യവസായ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കാൻ ഇടത് സർക്കാരിന് കഴിഞ്ഞു. കഴിഞ്ഞ വർഷം മൊത്തം 130 കോടി രൂപ നഷ്ടമുണ്ടായിരുന്നു. 70 കോടിയായിട്ട് ഈ വർഷത്തെ നഷ്ടം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു ഈ സ്ഥാപനങ്ങൾ ലാഭത്തിലായതോടുകൂടി.
അത് ആശാവഹമായ മുന്നേറ്റമാണ് കേരളത്തിലെ. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനും നവീകരിക്കാനും വ്യവസായ വകുപ്പ് പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്നും മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. നിക്ഷേപം നടത്താൻ ആളുകളുണ്ട്, മനസ്സുള്ളവരുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, നല്ല ശേഷിയുള്ള ചെറുപ്പക്കാർ കേരളത്തിലുണ്ട്. ഒക്കെ കേരളത്തിന് വെളിയിലാണ്. നിരവധി അന്വേഷണങ്ങൾ കേരളത്തിലേക്ക് വരിക. അതിനാവശ്യമായ വ്യവസായത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന സൗകര്യമൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് വ്യവസായ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. വ്യവസായ വികസനത്തിന് അനുയോജ്യമായ 5000 ഏക്കർ ഭൂമി ഉടൻ കണ്ടെത്തുമെന്നും മന്ത്രി അറിയിച്ചു. കൂടുതൽ വ്യവസായ വളർച്ച ലക്ഷ്യമിടുന്ന പുതിയ വ്യവസായ നയം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ സർക്കാർ പ്രഖ്യാപിക്കുമെന്നും വ്യവസായ മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വരൾച്ചയിൽ ജലക്ഷാമവും അത്യുഷ്ണവും താങ്ങാനാവാതെ കന്നുകാലികൾ തളർന്നു വീഴുന്നു. എന്നാൽ ഒരു വിഭാഗം കർഷകരാകട്ടെ ജലക്ഷാമത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള വെച്ചൂർ പശുക്കളെ വളർത്തിയാണ് വരൾച്ചയെ പ്രതിരോധിക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക ജലാശയങ്ങളും വരണ്ടിരിക്കുന്നു. ശുദ്ധജലം മനുഷ്യന് ലഭ്യമാക്കാൻ ബുദ്ധിമുട്ടുള്ള കാലത്ത് കന്നുകാലികളുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. ഒട്ടുമിക്ക കന്നുകാലികൾക്കും വരൾച്ചയെ പ്രതിരോധിക്കാൻ ശേഷിയില്ല. ഈ സാഹചര്യത്തിലാണ് ഒരു വിഭാഗം കർഷകർ വെച്ചൂർ പശുവിലേക്ക് തിരിയുന്നത്. വെച്ചൂർ പശുക്കൾക്ക് കൊടും ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ട്. അത്യുഷ്ണം മറ്റു കന്നുകാലികളിൽ ഉണ്ടാക്കിയേക്കാവുന്ന രോഗങ്ങൾ പിടികൂടില്ല എന്നതും വെച്ചൂരിന്റെ സവിശേഷതയാണ്. അതിന് അതിജീവിക്കാനുള്ള ശക്തി കൂടുതലാണ്. പ്രത്യേകിച്ച് അവരുടെ തൊലി മാത്രം അവർക്ക് ഫ്ലക്സ് ചെയ്യാൻ പറ്റും, ഇളക്കാൻ കഴിയും. അത് ഇപ്പോൾ ഈച്ചയൊക്കെ വരുമ്പോൾ അവർ ആ തൊലി ഇളക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ പ്രത്യേകം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കഴിയും. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അവരുടെ ഈ റെസിസ്റ്റിംഗ് പവർ. ആ റെസിസ്റ്റിംഗ് പവറിനെ കണ്ടെത്താൻ വേണ്ടിയാണ് പണ്ട് റോസ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടിനടക്കമുള്ള ആളുകൾ നമ്മുടെ വെച്ചൂരിൻ്റെ ബീജമൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയി അതിൻ്റെ രക്തമൊക്കെ കൊണ്ടുപോയി സാമ്പിളുകളൊക്കെ നടത്തി ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളവും തീറ്റയും കുറച്ചു മതി, എന്നാൽ നല്ല പോഷകാംശമുള്ള പാൽ ലഭിക്കും. എന്നാൽ ആവശ്യക്കാർ കൂടിയതോടെ വെച്ചൂർ പശുക്കളുടെ വിലയും കുതിച്ചുയരുകയാണ്. പീപ്പിൾ ടിവിക്ക് വേണ്ടി കെ രാജേന്ദ്രൻ. പാർശ്വവൽക്കരിക്കപ്പെട്ട ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു പടി കൂടി കയറി തിരുവനന്തപുരം കുന്നുകുഴി വാർഡ്. ട്രാൻസ്ജെൻഡർമാർ പങ്കെടുത്ത രാജ്യത്തെ തന്നെ ആദ്യ വാർഡ് സഭാ യോഗം ചേർന്ന കുന്നുകുഴി വാർഡും കൌൺസിലർ ബിനു IP-യും ചരിത്രത്തിലിടം നേടി. പാർശ്വവൽക്കരിക്കപ്പെട്ട ട്രാൻസ്ജെൻഡേഴ്സിനെ പൊതുസമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം കുന്നുകുഴി വാർഡ് കൌൺസിലർ IP ബിനു അവരെ ഉൾപ്പെടുത്തി കുടുംബശ്രീ യൂണിറ്റുകൾ ആരംഭിച്ചത്. ട്രാൻസ്ജെൻഡർമാർ പങ്കെടുത്ത രാജ്യത്തെ തന്നെ ആദ്യത്തെ വാർഡ് സഭായോഗം ചേർന്ന് കുന്നുകുഴി വാർഡ് അങ്ങനെ ചരിത്രത്തിൽ ഇടം നേടി. 3 കുടുംബശ്രീ യൂണിറ്റുകളിലായി 32 ട്രാൻസ്ജെൻഡർമാരാണ് മറ്റ് 200ഓളം പേർക്കൊപ്പം വാർഡ് സഭയിൽ പങ്കെടുത്തതെന്ന് കൌൺസിലർ IP ബിനു പറഞ്ഞു. ഈ വാർഡ് സഭയ്ക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിലും ഇന്ത്യയിൽ തന്നെ ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള കുടുംബശ്രീ യൂണിറ്റ് രൂപീകരിച്ചത് കുന്നുകുഴിയിലാണ്. ഇവർക്കും സമൂഹത്തിൽ മുൻപന്തിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും, അതിനുള്ള മുൻപന്തിയിൽ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും കുന്നുകുഴി വാർഡിലെ ജനങ്ങളും അതോടൊപ്പം തന്നെ ഞാനും ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പു നൽകുകയാണ്. സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിയതിന്റെ സന്തോഷത്തിലാണ് ഇവരിപ്പോൾ. ഇതുപോലെ എല്ലാ വാർഡുകളിലും ഉണ്ടായാൽ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട എന്നൊരു വാക്ക് തന്നെ മാറ്റേണ്ടി വരും. മുൻനിരയിലേക്ക് ഞങ്ങളും നിങ്ങളെപ്പോലെ എത്തിപ്പെടും. ഈ നമ്മുടെ കൗൺസിലർ ചെയ്തതുപോലെ മാതൃകയാക്കി എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. ചെയ്യാനൊരു അവസരം നിങ്ങൾക്കും ഉണ്ടാകുന്നതാണ്. വളരെ സന്തോഷമുണ്ട്. 18 ഗ്രൂപ്പുകളിലായി തിരിഞ്ഞ് സജീവമായി ചർച്ചകളിലും അവർ പങ്കുചേർന്നു. സ്പർശം, തേജസ്, ഉദയം എന്നീ 3 യൂണിറ്റുകളാണ് ഇവരുടേതായി കുന്നുകുഴി വാർഡിലുള്ളത്. ട്രാൻസ്ജെൻഡേഴ്സിന് അർഹിക്കുന്ന പ്രാധാന്യം നൽകി വ്യത്യസ്തനാവുകയാണ് കൌൺസിലർ ബിനു IP-യും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.